നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ട മത്സരങ്ങൾ അവസാനിച്ചല്ലോ. റയൽ മാഡ്രിഡ് പ്ലേ ഓഫിലാണ് യോഗ്യത നേടിയിട്ടുള്ളത്, അല്ലാതെ ടോപ്പ് 8 എത്തിയില്ല. നേരിട്ട് റൗണ്ട് ഓഫ് 16 ഇല്ല. റയൽ 11ാമത്, ഒറ്റ പോയിൻ്റ് വ്യത്യാസത്തിലാണ് ആ ഒരു ടോപ്പ് 8 നഷ്ടമായത്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 5 മത്സരങ്ങളിൽ UCL റയൽ 3 കളികൾ പൊട്ടിയിരുന്നു. പക്ഷേ പിന്നെ അതിശക്തമായി തിരികെ വന്ന് അവസാനത്തെ 3 കളികളും വിജയിച്ചുകൊണ്ട് രാജകീയമായ തിരിച്ചുവരവ് തന്നെ നടത്തി. ഇനി റയലിന് മുന്നോട്ട് പോകണമെങ്കിൽ, റൗണ്ട് ഓഫ് 16 എത്തണമെങ്കിൽ പ്ലേ ഓഫ് കളിക്കണം. പ്ലേ ഓഫിൽ ആരാണ് റയലിൻ്റെ എതിരാളിയായിട്ട് വരിക? അതുപോലെ ഇനിയിപ്പോൾ പ്ലേ ഓഫ് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ആരായിരിക്കും റയലിൻ്റെ എതിരാളിയായിട്ട് വരിക? ഫിക്സ്ചർ നിർണ്ണയ നറുക്കെടുപ്പ് നാളെയാണ് നടക്കാൻ പോകുന്നത്. അതായത് നോക്കൗട്ട് സ്റ്റേജിൻ്റെ പ്ലേ ഓഫിൻ്റെ ഫിക്സ്ചർ നിർണ്ണയ നറുക്കെടുപ്പ് നാളെയാണ് നടക്കുക. പക്ഷേ അതിനു മുമ്പ് തന്നെ എതിരാളി ഏത് ടീമൊക്കെ ആയിരിക്കും, ഏത് ടീമുകളിൽ നിന്നായിരിക്കും എതിരാളി എന്നുള്ളത് ഓൾറെഡി വ്യക്തമായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത്തവണത്തെ 36 ടീമുകളിൽ 25 മുതൽ 36 വരെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്തവർ പുറത്തായല്ലോ. ആദ്യത്തെ 8 സ്ഥാനക്കാർ നേരിട്ട് റൗണ്ട് ഓഫ് 16 പിന്നെ 9 മുതൽ 24 സ്ഥാനം വരെയുള്ളവരാണ് ഈ നോക്കൗട്ട് സ്റ്റേജ് കളിക്കേണ്ടത്. അതിൽ 9 മുതൽ 16 വരെയുള്ളവർ സീഡഡ് ടീമാണ്. അതായത് റയൽ മാഡ്രിഡ് സീഡഡ് ടീമാണ്. 17 മുതൽ 24 വരെ സ്ഥാനമുള്ളവരാണ് അൺസീഡഡ് ടീമായിട്ട് വരുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഞ്ചസ്റ്റർ സിറ്റി അൺസീഡഡ് ടീമാണ്. അപ്പോൾ അങ്ങനെ പെയറിംഗ് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി റയലിൻ്റെ എതിരാളികളായിട്ട് വരാനുള്ള സാധ്യത ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിലുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും പെയ്ഡ് ടീമുകളാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തായാലും മത്സരങ്ങൾ വരില്ല. അൺസീഡഡ് ടീമിനോടെ അവർക്ക് കളി വരികയുള്ളൂ. സോ ഇത് വരുമ്പോൾ സെൽറ്റിക് ഓർ മാഞ്ചസ്റ്റർ സിറ്റി, ഈ 2 ടീമുകളിൽ ഒന്നിനോടാണ് റയൽ മാഡ്രിഡിന് കളിക്കേണ്ടി വരിക. സെൽറ്റിക് 21ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം, മാഞ്ചസ്റ്റർ സിറ്റി 22ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം. അതായത് ടേബിളിൻ്റെ താഴെ നിന്നാണ് ഈ ഒരു എതിരാളിയായിട്ട് വരിക. അപ്പോൾ ഇതിൽ ഏത് ടീമിനോടാണ് കളി എന്നുള്ളത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ കാര്യം വ്യക്തമായെന്ന് തോന്നുന്നു. നോക്കൗട്ട് സ്റ്റേജിൽ റയൽ മാഡ്രിഡിന് നേരിടേണ്ടി വരിക ഒന്നുകിൽ സെൽറ്റിക് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി. അത് നറുക്കെടുപ്പിലൂടെ നാളെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, കാർലോ അഞ്ചലോട്ടി ഇന്നലെ പറഞ്ഞു, സിറ്റിയോട് കളിക്കാൻ താല്പര്യമില്ല, അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാമല്ലോ എന്നാണ്. അപ്പോൾ സെൽറ്റിക്കിനെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നർത്ഥം. എന്ത് സംഭവിക്കുന്നത് കണ്ടാണ് ഇന്നലെ. പക്ഷേ റൂഡിഗർ പറഞ്ഞത് സെൽറ്റിക് ഓർ സിറ്റി എന്ന് ചോദിച്ചപ്പോൾ ബോത്ത് ആർ സെയിം എന്നാണ്. ആരോടാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കളി കളിച്ചല്ലേ പറ്റൂ എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നോക്കുക, അവിടെ നിന്ന് റയൽ മാഡ്രിഡ് മുന്നോട്ട് കയറി എന്ന് വെച്ചോ, അതായത് നോക്കൗട്ട് സ്റ്റേജ് കഴിഞ്ഞു, റൗണ്ട് ഓഫ് 16 കടന്നാൽ എതിരാളി ആരാവും? അത് അത്ലറ്റിക്കോ മാഡ്രിഡോ ബയർ ലെവർക്യൂസനോ ആയിരിക്കും. അതാണ് റൗണ്ട് ഓഫ് 16 ഇപ്പോഴത്തെ ഫിക്സർ അനുസരിച്ച് വരിക. സോ പ്ലേ ഓഫിൽ കളിക്കാനുള്ളത് ഒന്നുകിൽ മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ സെൽറ്റിക്. അവിടെ നിന്ന് വിജയിച്ചാൽ ഒന്നുകിൽ മാഡ്രിഡ് ഡെർബി അല്ലെങ്കിൽ ബയർ ലെവർക്യൂസനുമായിട്ട് കളിക്കേണ്ടി വരും. ശ്രദ്ധിക്കുക, ഇവിടെ കൺട്രി പ്രൊട്ടക്ഷൻ ഇല്ല. ഒരേ അസോസിയേഷനുള്ളവർ നേരിട്ട് ഏറ്റുമുട്ടേണ്ട അവസ്ഥ മാറ്റുന്ന ആ ഒരു റൂളില്ല. സോ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് റൗണ്ട് ഓഫ് 16 കളിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെ ബയർ ലെവർക്യൂസനായിരിക്കും എതിരാളികൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.